അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ പൊതുപരീക്ഷ അടുത്തു വരികയാണല്ലോ അല്ലെ. അപ്പൊ 7ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 2022 പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഓരോ ഓപ്ഷനും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ വരാന്നല്ല, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരും. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ക്വസ്റ്റ്യനും വരാം. ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. നൂസിലു ബിൽ മുനാസിബി, യോജിച്ച് ചേർക്കാം കേട്ടോ. മുഅല്ലിമാത്തുൻ എന്നുള്ളതിന്റെ ഓപ്ഷൻ അല്ലെ. മുഅല്ലിമാത്തുൻ എന്നുള്ളത് എന്താണ്? ജംഅ മുഅന്നസ് സാലിമാണ് അല്ലെ. മുഅല്ലിമത്തുൻ അതിന്റെ ജംആണ് എന്ത്? മുഅല്ലിമാത്തുൻ. എന്താ? അധ്യാപികമാർ എന്നർത്ഥം അല്ലെ. മുസ്ലിം ഞങ്ങൾക്ക് അറിയും. മുസ്ലിം. സാജിദൂന സുജൂദ് ചെയ്യുന്നവർ എന്താണ്? ജംഅ മുദക്കർ സാലിമാണ്. സാജിദുൻ, സാജിദാനി, സാജിദൂന. എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അവസാനം ഒരു വാവും ഒരു നൂനുണ്ടാവും അല്ലെ. ജംഅ മുദക്കർ സാലിമിലെ റഫിന്റെ സന്ദർഭത്തിലെ. നെസ്ബാവുമ്പോ, നെസ്ബുൻ ജറാവുമ്പോ യാഉം നൂനുണ്ടാവും അല്ലെ. ഇനി മുസ്ലിമത്തുൻ എന്താണ്? മുസ്ലിം സ്ത്രീ. അപ്പൊ പെണ്ണാണ് അല്ലെ. മുഫ്രദാണ്, മുഅന്നസാണ്. ഖംസത്ത് എന്ന് പറഞ്ഞാൽ എത്ര? 5. അർബഅത്ത് എന്ന് പറഞ്ഞാൽ എത്ര? 4. അശ്റത്ത് പറഞ്ഞാൽ എത്ര? 10. തിസ്അത്ത് പറഞ്ഞാല് 9. ഇതൊക്കെയാണ് ഉത്തരം കേട്ടോ. ഇനി നമ്മൾ ചോദ്യങ്ങളെ പറയണേ. ജംഉൽ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം ഇതിലേതാ? ഇവിടെ അങ്ങനെ ഉത്തരം കാണുന്നുണ്ട്. ഉത്തരം കാണാത്ത നിങ്ങൾ പറയും അല്ലെ. എന്താണ്? സാജിദൂന അല്ലെ. വാവും നൂനും അവസാനം നോക്കിയാൽ മതി അല്ലെ. മുഅല്ലിമൂന, മുസ്ലിമൂന, സാജിദൂന അങ്ങനത്തെ കേട്ടോ. ജംഉൽ മുഅന്നസ് സാലിം ആണെങ്കിലോ മുഅല്ലിമാത്ത് എന്നാണ് അല്ലെ. മുഅല്ലിമത്ത് നിന്റെ ജംആണെന്ത്? മുഅല്ലിമാത്ത് അല്ലെ. അധ്യാപികമാർ കുറെ പേരില്ലേ? ഓക്കെ. പിന്നെ ജംഉ മുഅന്നസ് സാലിമ റഫ് എങ്ങനെയാണ്? ജാഅത്തിൽ മുഅല്ലിമത്തു, സോറി, ജാഅത്തിൽ മുഅല്ലിമാത്തു അല്ലെ. റഫ് ലൊമ്മോണ്ടാണ്. റഅയ്തുൽ മുഅല്ലിമാത്തി നസ്ബ് എങ്ങനെയാണ്? കസ്റോണ്ടാണ്. സല്ലംതു അൽ മുസ്ലിമാത്തി ജർ എങ്ങനെയാണ്? കസ്റോണ്ടാണ് അല്ലെ. അപ്പൊ ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ബുക്കിലുള്ള കറക്റ്റ് പഠിക്കണം കേട്ടോ. അൽ മുഫ്രദുൽ മുദക്കർ, മുഫ്രദ് വേണം, മുദക്കർ വേണം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ, ഏകവചനം. മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ പുല്ലിംഗം എന്ന് പറയും മലയാളത്തില് അല്ലെ. മാസ്കുലിൻ. മുസ്ലിം എന്നുള്ളതാണ് അവിടെ മുഫ്രദും മുദക്കറും കൂടി ആയിട്ടുള്ളത്. പിന്നെ അൽ ഹുറൂഫുൽ ജാസിമ, ജസ്മിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 5 എണ്ണാണ് അല്ലെ. ജസ്മിന്റെ അക്ഷരങ്ങൾ കേട്ടിട്ടില്ലേ? ലം, ലമ്മ, ലാമുൽ അംറെ, ലാമുൻ നഹി, ഇൻ അല്ലെ. മുദാരിഅഫിന്റെ ആയത്തിൽ ലമ്മ വരൂലേ. പിന്നെ ലമ്മ, പിന്നെ ലാമുൽ അംറെ, ലാമുൻ നഹി, ഇൻ. അൽ ഹുറൂഫുൻ നാസിബ, നസ്ബിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? 4 എണ്ണാണ് അല്ലെ. അൻ, ലൻ, കൈ, ഇദൻ. അല്ലട കൈത എന്നൊക്കെ നമ്മൾ പറയില്ലേ. അൻ, ലൻ, കൈ, ഇദൻ കേട്ടോ. അതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് അത്. ഹുറൂഫുൽ അത്ഫി, അത്ഫിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 10 എണ്ണമാണ് അല്ലെ. നമ്മളൊരു ബൈത്തൊക്കെ പഠിച്ചില്ലേ. അത്ഫിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ പറയും? ഹുറൂഫുൽ അത്ഫി അശ്റത്തുൻ, ഔ, ബൽ, ഹത്താ, ഫാ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ലാ. ഇതാണ് എന്ത്? അത്ഫിന്റെ അക്ഷരങ്ങൾ അല്ലെ. അങ്ങനെ ഒരു ബൈത്ത് നമ്മൾ പഠിച്ചിരുന്നു.
ഹുറൂഫു അത്ഫിൻ അവബൽ ഹത്താ വഫ വാവും വലാകിൻ സുമ്മ അം ഇം ആവല. അല്ലേ? അപ്പൊ 6 ക്വസ്റ്റ്യന്, ഓരോന്നിനും 3 മാർക്ക്. 6×3 എത്ര? 18 മാർക്ക് കിട്ടി അല്ലേ? ഇനി അലാമത്തെ ശരി അടയാളം നമുക്കിടാം. അല്ലാഹു എന്ന് പറയാൻ നമുക്ക് ഇടാം, നമുക്ക് വെക്കാം. അലാമത്ത് സ്വഹി ശരി അടയാളം, ശരി അടയാളം. സോറി, അലൽ മുനാസിബി യോജിച്ചതിന്റെ മേലില് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മൾ പൊതുപരീക്ഷ പേപ്പർ വെക്കാൻ പോകുമ്പോഴൊക്കെ ഓരോ കുട്ടികൾ എവിടെയാണ് ശരിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആക്കണം. അപ്പൊ 3 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ആ ഓപ്ഷന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ശരി തുടങ്ങണം, പുറത്തേക്ക് വീണ്ടും ചെയ്യാം. ചില 2ന്റെ വരന്റെ അടിയിൽ കൂടെ ഇടും, ഇത് അവിടെയാണ് ഇവിടെയാണ് കൂടി കൺഫ്യൂഷന്. പിന്നെ 2 ശരി ഇടരുത്, അപ്പൊ എന്താവും? ഉത്തരം കിട്ടൂല, തെറ്റായിരിക്കും. പിന്നെ ചില കുട്ടികൾ എന്താവും? ശരി ഇടും, അടുത്ത 2 കോളത്തിന് തെറ്റൊക്കെ ഇട്ടണം, ആകെപ്പാടെ എന്താവും? ഒരു വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ യോജിച്ച കറക്റ്റ് ആൻസർ നമ്മൾ നോക്കുക, ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്താവാ? ആ കള്ളിയില് ശരിയിടാം. ജംഉൽ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിം. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരണം, ജം ആണ്, മുഅന്നസ് ആണ്, സാലിമാണ്. യുർഫഉ റഫ് ചെയ്യപ്പെടും ബിൽ ലമ്മതി. അപ്പൊ ചില കുട്ടികൾ ബിൽ വാവിന്ന് കൊടുത്തിട്ടുണ്ടാവും, ജമ്മ് മുദക്കറാണെന്നോ കരുതിയിട്ട്. അതിന് തന്നെയാണ് ഓപ്ഷനിൽ നമ്മൾ തെറ്റിക്കാനുള്ള ഓപ്ഷൻ അതിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. തഖൂമു, രണ്ടാമത്തെ തഖൂമു മകാനൽ ഇസ്മിൽ ലാഹിരി, ലാഹിറായ ഇസ്മിന്റെ സ്ഥാനത്ത് നിൽക്കും, പ്രകടമായ ഇസ്മിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ത്? ലമീറുകളെ, അല്ലെ? അൽ-ലമാഇർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അൽ-ലമാഇറുൽ മുൻഫസില, അൽ-ലമാഇറുൽ മുത്തസില. ലമാഇറുൽ മുൻഫസില പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? വേറിട്ട് നിൽക്കുന്ന ലമീറുകൾ, അല്ലെ? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അനാ നഹ്നു. ഇതാണ് എന്ത്? അൽ-ലമാഇറുൽ മുൻഫസില. ഇനി ലമാഇറുൽ മുത്തസില ഉണ്ട് അല്ലേ? അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഇസ്മുമായി ചേരുന്നത്, ഹർഫുമായി ചേർന്നത്, അതേപോലെ പിന്നെ ഫിയലുമായി ചേർന്നത്, അല്ലേ? ഓക്കെ, അടുത്ത ഉദാഹരണം നോക്ക്. ലൈസൽ ഹംറോ. ഇപ്പൊ ടിക്ക് ചെയ്തോണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ലേ? ദവാഅൻ. നിങ്ങൾ ലൈസ് എവിടെ കേട്ടത്? കാന അഖ്വാത്തിലാണ് അല്ലെ? എന്ന് ചൊല്ലിയൊക്കെ കാന, സ്വാറ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത, മാസാല, മാബരിഹ, മൗഫക്ക, മാദാമ, ലൈസ. അല്ലേ? അപ്പൊ കാനിന്റെ അതേ നിയമാണ്. അപ്പൊ കാനിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചില്ലേ? കാനല്ലാഹു ഗഫൂറൻ. അപ്പൊ ലൈസ വെച്ചിട്ട് പറഞ്ഞോളേ, ലൈസൽ ഹംറോ മദ്യമല്ല, ദവാഅൻ. അപ്പൊ ആദ്യത്തെ ഇസ്മിന് റഫ്അ് ഹംറോ, രണ്ടാമത്തെ ഇസ്മിന് ദവാഅൻ നസ്ബ്, അല്ലെ? അപ്പൊ ലൈസയുടെ ഇസ്മിന് റഫ്ഉം ലൈസയുടെ ഖബറിന് നസ്ബും. അടുത്തത് 4-മത്തേത് നാസിബുൽ ഫിഅലുൽ മുദാരി. മുദാരിയ ഫിഅലിക്ക് നസ്ബ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചപ്പോ നേരത്തെ അല്ലെ? 4 അൽ, ലൻ, കൈ, ഇദൻ. ഇതിലിപ്പോ ഏതാണ്? ബ്രാക്കറ്റിൽ കൊടുത്തില്ല, ഏതാണുള്ളത്? കൈ എന്ന് അവിടെ ഉണ്ടല്ലേ? അപ്പൊ കൈയാണ് ഉത്തരം. നെക്സ്റ്റ് ഫതഹത്ത്, അവൾ തുറന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായത് ഈ അവൾ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അല്ലെ? അപ്പൊ ആരാ തുറന്ന? അപ്പൊ അബ ആവൂല, അഹു ആവൂല. അപ്പൊ അൽ ഉമ്മു, ഫതഹത്തിൽ ഉമ്മു, ഉമ്മ തുറന്നു. എന്താ ഉമ്മ തുറന്നത്? അൽ ബാബ, വാതിൽ തുറന്നു. ഇനി ചിലപ്പോ നമ്മോട് ഇതില് ഫിയല് ഏതാ ചോദിക്കും. ഫതഹത്ത് എന്നാണ് ഫിയല്, അൽ ഉമ്മു എന്നുള്ളതാണ് എന്ത്? ഫായില്.
അൽ ബാബ എന്നുള്ളതാണ് എന്ത് മഫ്ഊല് അല്ലെ. ഇനി അൽ മഫ്ഊല് മുത്ലഖ്. മഫ്ഊല് മുത്ലഖ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മഫ്ഊല് പല വിധം ഉണ്ടല്ലോ. മഫ്ഊലും ഫീഹി ഉണ്ട് അല്ലെ, മഫ്ഊലും ബിഹി ഉണ്ട്, മഫ്ഊലുൽ അജലി ഉണ്ട്, മഫ്ഊലുൽ ലഹു ഉണ്ട് അല്ലെ. അപ്പൊ വ്യത്യസ്തമായ മഫ്ഊലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ മഫ്ഊലുൽ മുത്ലഖ്. മഫ്ഊലുൽ മുത്ലഖ് എന്ന് പറഞ്ഞ എന്താണ്? മസ്ദറുൻ. അത് മസ്ദറാണ്. മഫ്ഊൽ മുത്ലഖ് എന്താണ്? മസ്ദറാണ്. മഫ്ഊൽ മുത്ലഖ് മസ്ദറാണ്. അടുത്തത്, അപ്പൊ നിങ്ങൾ മഫ്ഊൽ മുത്ലഖ് എന്നാൽ എന്ത്, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണമൊക്കെ പഠിക്കണം. ഓരോ പാഠവുമായി ബന്ധപ്പെട്ട ഉദാഹരണം പഠിക്കാം, തദ്രീബാത്ത് പഠിക്കാം കേട്ടോ. അടുത്ത്, നുലാഹിദുൽ ജുമല വനക്തുബു ഫിൽ ഫറാഇ മാ യുത്ലബു. നുലാഹിദുൽ ജുമല എന്ന് പറഞ്ഞാൽ എന്താ? സെന്റൻസുകൾ നമുക്ക് പരിശോധിക്കാം. ഇറ്റ് ഈസ് ഒബ്സർവ് ദി സെന്റൻസസ്. വനക്തുബു നമുക്ക് എഴുതാം. ഫിൽ ഫറാഇ ആ വിട്ട ഭാഗത്ത് നമുക്ക് എഴുതാം. മാ യുത്ലബു ആവശ്യപ്പെടുന്നത്, നമ്മോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് എഴുതാം. നോക്കണേ, അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ എന്നാണ് ഒന്നാമത്തെ അല്ലെ. അൽ കഅബത്തു കഅബയാകുന്നത്, ഖിബ്ലത്തുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ഖിബ്ലയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മുതലേ നോക്കുക. അൽ കഅബത്തു കഅബയാകുന്നത് അതെന്താണ്? മുബ്തദാണ്. ഖിബ്ലത്തുൽ മുസ്ലിമീൻ അതാണ് ഖബർ അവിടെ. ഇനി ഖിബ്ലത്തു എന്നുള്ള എന്താണ്? മുദാഫാണ്. അപ്പൊ അൽ മുസ്ലിമീൻ എന്നുള്ള എന്താണ്? മുദാഫുൻ ഇലൈഹിയാണ്. മനസ്സിലായല്ലോ? മുസ്ലിങ്ങളുടെ ഖിബ്ല. ഈ മുദാഫും മുദാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഇസ്മുകളെ തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഇന്റെ അല്ലെങ്കിൽ ഉടെ എന്ന അർത്ഥത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇപ്പൊ സിദ്ദീഖിന്റെ പേന, അപ്പൊ ഇന്റെ എന്നാണ് അവിടെ വന്നത്. മദ്രസയുടെ മുറ്റം, അപ്പൊ അവിടെ ഉടെ എന്നാണ് വന്നത്. ഇവിടെ ഏതാ വന്നത്? മുസ്ലിങ്ങളുടെ ഖിബ്ല, മുസ്ലിങ്ങളുടെ കേട്ടോ. അപ്പം ആദ്യം വരുന്നതിന് ഖിബ്ലത്ത്, ആദ്യം മുദാഫ് എന്ന് പറയും. അൽ മുസ്ലിമീന എന്ത് പറയും? മുദാഫുൻ ഇലൈഹി എന്ന് പറയും. മുദാഫുൻ ഇലൈഹിയുടെ ഇറാബ് എന്തായിരിക്കും? മുദാഫിന്റെ ഇറാബ് സന്ദർഭത്തിനനുസരിച്ച് മാറും. മുദാഫുൻ ഇലൈഹിയുടെ ഇറാബ് എപ്പോഴും ജറായിരിക്കും. അപ്പൊ എവിടെ ജറ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇത് ജമ്മു മുദക്കർ സാലിമാണ്. അതുകൊണ്ട് ജറ് എങ്ങനെയാണ്? യാ കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മോട് ഇവിടെ എന്താ ചോദിച്ചത്? മുദാഫ് ഏതാണ്? മുദാഫ് ഏതാണ്? ഖിബ്ലത്തു എന്നാണ് മുദാഫ്. ഓക്കെ, തിരിഞ്ഞില്ലേ? ദഹബത്തു എന്താ അർത്ഥം? ഞാൻ പോയി. ആര് പോയി? ഞാൻ പോയി. പല കുട്ടികളോടും ഞാൻ പോയി എന്ന് എഴുതാൻ പറഞ്ഞ കുട്ടികൾ എന്താ ചെയ്ത വെച്ചാല് അന ദഹബ എന്ന് എഴുതും, അല്ലെ ദഹബ അനാന്ന് എഴുതും. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു തൂന്ന് ചേർത്താൽ മതി അവസാനം. ദഹബത്തു ഞാൻ പോയി, ഖറഅതു ഞാൻ വായിച്ചു, കതബത്തു ഞാൻ എഴുതി, അക്കൽത്തു ഞാൻ തിന്നു, സമിഅത്തു ഞാൻ കേട്ടു. ഒക്കെ ഒരു തൂന്ന് അവസാനം ചേർത്താൽ എന്തായി? ഞാൻ എന്ന അർത്ഥത്തിലേക്കായി മാറി കേട്ടോ. ദഹബത്തു ഞാൻ പോയി. ഇലാ ബൈത്തിൽ ഉസ്താദി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. എവിടേക്ക് പോയി? ഉസ്താദിന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇലാ എന്നുള്ള ഹർഫ് ജറ്, ജറിന്റെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇലാ, ഫി, അൻ, അലാ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇലാ എന്ന് പറഞ്ഞ ലേക്ക് എന്നർത്ഥം. അപ്പൊ ഇലാ ബൈത്തി വീട്ടിലേക്ക്. ആരുടെ വീട്ടിലേക്ക്? അൽ ഉസ്താദി ഉസ്താദിന്റെ വീട്ടിലേക്ക്. ഇവിടെ നമുക്ക് എന്താ വേണ്ടി? അൽ മജ്റൂർ ഏതാന്നാ ചോദിച്ചത്. ഇവിടെ മജ്റൂർ ഏതാ? ബൈത്തി എന്നുള്ളതാണ്. ഇലാ എന്നുള്ള ഹർഫ് ജറ്, മജ്റൂർ ഏതാണ്? ബൈത്തി എന്നാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ മുഹമ്മദ് നബി ആരാണ്? റസൂലുള്ളാഹ് അള്ളാന്റെ റസൂലാണ്, അള്ളാന്റെ ദൂതരാണ്. അപ്പൊ മുഹമ്മദുൻ എന്നുള്ള മുബ്തദയാണ്, റസൂലുള്ളാഹി എന്നുള്ള എന്താണ്? ഖബറാണ്. അള്ളാഹുവിന്റെ ദൂതൻ. നിങ്ങൾ നോക്കണേ, അള്ളാഹുവിന്റെ ദൂതൻ. അപ്പോ രണ്ട് ഇസ്മുകൾ തമ്മിൽ യോജിപ്പിച്ചു. അള്ളാഹു, ദൂതൻ അല്ലെ. അപ്പം
റസൂലു എന്നുള്ള എന്താണ് മുദാഫാണ്. അള്ളാഹി എന്നുള്ള എന്താണ് മുദാഫിൻ ഇലൈഹിയാണ്. മുദാഫിൻ ഇലൈഹിയുടെ ഇറാബ് എന്താണ് ജറാണ്. ജറ വ്യക്തമായിട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇവിടെ നമ്മോട് എന്താ ചോദിച്ചത്? മുദാഫിൻ ഇലൈഹി ഏതാന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? അള്ളാഹി എന്ന് എഴുതിയാൽ മതി കേട്ടോ. അൽ ഖുർആനു കലാമുല്ലാഹി. അൽ ഖുർആനു ഖുർആനാകുന്നത് കലാമുല്ലാഹി അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആനാകുന്നത് അത് മുബ്തദാണ്. കലാമുല്ലാഹി ഖബറാണ്. കലാമുല്ലാഹി എന്നുള്ള ഒന്നിച്ച് ഖബറാണ്. ഇവിടെ കലാമു എന്നുള്ളത് എന്താണ്? മുദാഫാണ്. അള്ളാഹി എന്നുള്ള എന്താണ്? മുദാഫിൻ ഇലൈഹിയാണ് കേട്ടോ. ഇവിടെ നമ്മളെ ചോദ്യം എന്താണ്? മുബ്തദ ഏതാന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്താ എഴുതാ? അൽ ഖുർആനു എന്ന് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. അൽ ഖംറു കള്ള്, മദ്യം. ഉമ്മുൽ ഖബായിസ് ഖബീസത്തിന് മോശപ്പെട്ടത്, ചീത്തയായ കാര്യങ്ങളുടെ മാതാവാണ് കേട്ടോ. ഇവിടെ അൽ ഖംറു മദ്യമാകുന്നത് മുബ്തദയാണ്. ഉമ്മുൽ ഖബായിസ് എന്നുള്ളതാണ് എന്ത്? ഖബർ കേട്ടോ. ഉമ്മു എന്നുള്ളത് മുദാഫ്, അൽ ഖബായിസ് എന്നുള്ളത് മുദാഫിൻ ഇലൈഹി. നമ്മോട് ഇവിടെ എന്താ ചോദിച്ചത്? ഖബർ ഏതാന്നാ ചോദിച്ചത്. അപ്പൊ ഏതാ ഖബർ? ഉമ്മു ആണ്. തിന്മകളുടെ മാതാവ്. ഖബീസത്ത് ജംഅ് ഖബായിസ്, തിന്മകളുടെ മാതാവ്. അപ്പൊ ഖബർ ഏതാണ്? ഉമ്മു കേട്ടോ. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്. അല്ലാഹു ആകുന്നത് നൂറുസ്സമാവാതി ആകാശങ്ങളുടെ പ്രകാശമാണ്, വൽ അർളി ഭൂമിയുടെയും. അല്ലാഹു ആകുന്നത് മുബ്തദയാണ്. നൂറുസ്സമാവാതി ആകാശങ്ങളുടെ പ്രകാശം, ആകാശങ്ങളുടെ പ്രകാശം, വൽ അർളി ഭൂമിയുടെയും. ഇവിടെ വാവ് കണ്ടില്ല നിങ്ങളെ? നമ്മൾ അത്ഫിന്റെ അക്ഷരം പഠിച്ചിരുന്നു അല്ലേ? അത്ഫിന്റെ അക്ഷരം പഠിച്ചില്ലേനോ? 10 അതിൽ നമ്മൾ വാവ് പഠിച്ചില്ലേനോ? ആൻഡ് ചേർക്കാൻ വേണ്ടിയിട്ട് ആകാശങ്ങൾ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അല്ലേ? ഇവിടെ മഅ്തൂഫ് ഏതാന്നാ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണത്, ഇങ്ങനെ വരുമ്പോ ആദ്യം വരുന്നതിന് മഅ്തൂഫ് അലൈഹി എന്ന് പറയും. പിന്നെയാണ് ഹർഫ് അത്ഫ്, അത്ഫിന്റെ അക്ഷരം വരിക. 10 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? പിന്നെയാണ് എന്ത് വരിക? മഅ്തൂഫ് വരിക. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യന് മഅ്തൂഫ് ഏതാണ് എന്നാണ്. അപ്പൊ അത് അർളാണ്. ഓക്കെ, അടുത്തത് ഉസ്താദ് രണ്ടാമത്തെ അട്ടാണ് ഇത് എടുക്കണം കേട്ടോ. ആദ്യത് മുഴുവനായിട്ട് എടുത്തിരുന്നു, പക്ഷെ മൈക്ക് ഓൺ ആക്കാൻ മറന്നോണ്ടേ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സോറി. അടുത്ത് നക്തുബു ഫിൽ ഫറാഇൽ ഔഫക് മിമ്മാ ബൈനൽ ഖൗസൈൻ. നക്തുബു നമുക്ക് എഴുതാം, ലെറ്റ്സ് റൈറ്റ്. ഫിൽ ഫറാഇ വിട്ട ഭാഗത്ത് നമുക്ക് എഴുതാം. അൽ ഔഫക് ഏറ്റവും യോജിച്ചത്. അപ്പൊ ബ്രാക്കറ്റിൽ 3 ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. ആ 3 ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും യോജിച്ചതാണ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് നമ്മൾ എഴുതേണ്ടി. മിമ്മാ ബൈനൽ ഖൗസൈൻ, ഫ്രം ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന്. കൗസ് തന്നെ ബ്രാക്കറ്റ് എന്നാണ് കേട്ടോ. അപ്പോ ഒന്നത് നോക്കണേ. ഡാഷ് യൂസുഫു നായിമൻ. യൂസുഫ് അലൈഹിസ്സലാം നായിമൻ. ബാത്ത, നിങ്ങൾ ബാത്ത കേട്ടില്ലേ? കാന, സോറ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത. ഇതൊക്കെ ഏകദേശം ഒരേ അർത്ഥമാണ്. ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റും. അൽഹ എന്ന് പറയുമ്പോൾ ലുഹ സമയത്തായി, അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയായി തീർന്നു, അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലായി തീർന്നു. അങ്ങനെയൊക്കെയാണ് അർത്ഥം വരിക കേട്ടോ. യൂസുഫ് അലൈഹിസ്സലാം ആയി തീർന്നു, രാത്രി ആയി തീർന്നു. നായിമൻ ഉറങ്ങുന്നവനായി തീർന്നു. ഇവിടെ നമുക്ക് എന്താ വേണ്ടി? ബാത്ത. ബാത്ത യൂസുഫ് അലൈഹിസ്സലാം. ബാത്തയുടെ ഇസ്മാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. നായിമൻ എന്നുള്ള എന്താണ്? ഖബർ കേട്ടോ. അൽ വലതു കുട്ടി, ലം യഹ്ലുർ ഹാജറായില്ല, സന്നിഹിതനായില്ല, പ്രസന്റ് ആയില്ല, ഫിൽ മദ്രസത്തി
ഇൻ ദി സ്കൂൾ അല്ലെ മദ്രസയില്. അപ്പം ലമ്മേ ചേരുള്ളൂ. കാരണം ലം യഹ്ലുർ എന്നല്ല വന്നത്, യഹ്ലുറു എന്നല്ലല്ലോ, യഹ്ലുർ. അപ്പൊ ജസ്മു വേണം. അപ്പൊ ജസ്മിന്റെ അക്ഷരം ഏതാ? ലം യഹ്ലുർ അല്ലെ. അൽ വലദു ലം യഹ്ലുർ ഫിൽ മദ്രസത്തി. അടുത്ത് ലാകിന്നൽ ഹംറ ദാഉൻ. ദാ എന്ന് പറഞ്ഞ എന്താ? രോഗാണ്. ദവാ എന്ന് പറഞ്ഞ എന്താ? മരുന്നാണ്. ലാകിന്ന എങ്കിലും, അൽ ഹംറ കള്ള്, ദാഉൻ അതെന്താണ്? രോഗമാണ് കേട്ടോ. അല്ലാതെ ഈ ഓപ്ഷൻ ഒന്നും, ഇതിൽ ഓപ്ഷൻ കൊടുത്തത് നഹ്നു എന്നും കൈ എന്നൊക്കെയാണ്. അതൊന്നും ഒരിക്കലും വരൂല, ഇല്ലല്ലോ. അപ്പൊ നിങ്ങള് ഓർക്കണം കേട്ടോ. ഇയാള് ലാക്കിന്ന നമ്മൾ എവിടെ പഠിച്ചത്? ഇന്ന അന്ന കന്ന ലാക്കിന്ന അല്ലെ, ലാക്കിന്ന പഠിച്ചു. എങ്കിലും കള്ള്, ദാഉൻ പറഞ്ഞാല് രോഗമാണ്. ജാഅത്തിൽ ഉമ്മ വന്നു. ഉമ്മ വന്നല്ലേ, അതാണ് ജാഅത്ത് എന്ന് പറഞ്ഞത്. ബലിൽ ജദ്ദത്തു, പക്ഷേ വല്യമ്മ. ബട്ട് ഗ്രാൻഡ് മദർ. അപ്പൊ നമ്മള് അത്തഫിലിന്റെ അക്ഷരത്തിന് നമ്മള് പല്ല് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ വരൂല. അല്ല ഏതാനും വരൂല. മുദാരിയ ഫീല് വേണല്ലോ. പിന്നെയോ ഹിയ, അതെങ്ങനെ വരുവോ? ഇല്ല. ജാഅത്തിൽ ഉമ്മ വന്നു. വഹിയ അലഹിയ, അവളാണ് വല്യമ്മ എന്ന് തന്നെ പറയോ? ഇല്ല. ഇന്നൽ ഹംറ, തീർച്ചയായും കള്ള്, ഹറാമുൻ അലൈന, നമ്മുടെ മേൽ ഹറാമാണ്. അപ്പോൾ ഇന്ന തീർച്ചയായും, അൽ ഹംറ കള്ള്, ഹറാമുൻ നിഷിദ്ധമാണ്, അലൈന നമ്മുടെ മേൽ. ഇന്നേ വരുള്ളൂ, വേറൊന്നും വരൂല അല്ലെ. ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം. ഇന്നല്ലാഹ ഗഫൂർ എന്ന് പഠിച്ചാൽ മതി. യഅലം, നീ അറിയണം. അന്ന, തീർച്ചയായും. യഅലം, അന്ന തന്നെ പറയണം, ഇന്നന്ന് പറയരുത്. അന്ന, അന്നൽ മൗത്ത, തീർച്ചയായും മരണം. അന്നയുടെ ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്. ഖരീബുൻ, അടുത്തിട്ടുണ്ട് എന്ന് നീ അറിയണം. ഇതൊരു കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യമായിരുന്നു അല്ലെ. മൗത്ത, മൗത്തി, മൗത്തു എന്നാണ്. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, അന്നയുടെ ഇസ്മിന് നസ്ബാണല്ലോ. ഇനി കുറെ ചോദ്യങ്ങളാണ്. നുക്കമ്മിലോ, നമുക്ക് പൂരിപ്പിക്കാം, നമുക്ക് പൂരിപ്പിക്കാം. ഇദാലം യുദ്ക്കർ, പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, മഅൽ ഫിയലി, ഫീലിനോടൊപ്പം പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, ഫായിലുഹു, അതിന്റെ ഫായില്, ആ പ്രവൃത്തി ചെയ്ത ആളെ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, യുസമ്മ, അതിനാണ് പറയാം നമ്മള് മജ്ഹൂൽ എന്ന് പറയാം. പ്രവൃത്തി ചെയ്ത ആളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മഅറൂഫ് എന്ന് പറയും, അറിയപ്പെട്ടത്. ആളെ പറഞ്ഞിട്ടില്ലെങ്കിലോ അതിന് മജ്ഹൂൽ എന്നും പറയും. ഇദാലം യുദ്ക്കർ, പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, മഅൽ ഫിയലി, ഫീലിനോടൊപ്പം, ഫായിലുഹു, ആ പ്രവൃത്തി ചെയ്ത ആളെ, യുസമ്മ, അതിന് മജ്ഹൂൽ എന്നാ പറയാം. വമാ ബഅദ ഹുറൂഫുൽ അത്ഫി, അത്ഫിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്നീനി നമ്മൾ എന്താ പറയാ? മഅതൂഫ്. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, അത്ഫിന്റെ അക്ഷരത്തിന് മുമ്പുള്ള ആകുമ്പോ മഅതൂഫുൻ അലൈഹി എന്ന് പറയും. അത്ഫിന്റെ അക്ഷരത്തിന് ശേഷമുള്ളതാണ് എന്ത് പറയും? മഅതൂഫ് എന്നും പറയും. ജംഉൽ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം യുർഫഉ, റഫ് ചെയ്യപ്പെടുന്നു. എങ്ങനെ? ബിൽവാവി. ജംഉ മുദക്കർ സാലിമിൽ റഫ് ചെയ്യപ്പെടുക എങ്ങനെയാണ്? ബിൽവാവി. വലൻ യുഅഖിറല്ലാഹു, അല്ലാഹു ഒരിക്കലും നീട്ടിക്കൊടുക്കൂല, അവധി കൊടുക്കൂല. നഫ്സൻ, ഒരു ശരീരത്തിനും, ഇദാ ജാഅ അജലുഹാ, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ. കണ്ടങ്ങളെ, യുഅഖിറ, ലെന്ന് വന്നു, മുദാരിഅ ഫീലാണ് യുഅഖിറ. യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ട്ടോ. വഇല സമാഇ കൈഫ റുഫിഅത്, ഇലാ ജറിന്റെ അക്ഷരം വന്നു. ഇല സമാഇ, ആകാശത്തിലേക്ക്. കൈഫ റുഫിഅത്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടത് എന്ന്. വൽ മഅതൂഫു,
മഅതൂഫ് യത്ബഉ അത് പിന്തുടരും അൽ മഅതൂഫ് അലൈഹി മഅതൂഫ് അലൈഹിയെ പിന്തുടരും. ഏത് മഅതൂഫ് എന്തിലൊക്കെ പിന്തുടരും? ഫിൽ ഇറാബി ഇറാബിന്റെ കാര്യത്തിൽ എന്താവും? പിന്തുടരും. ഇനി ഒരു 4 ചോദ്യം കൂടിയുള്ളൂ. എന്താണ്? നുബയ്യിനു നമുക്ക് വ്യക്തമാക്കാം. അമലു കാനാവാഹവാത്തിഹ കാനാവാഹവാത്തിന്റെ അമൽ എന്താണ്? എന്താണ്? തർഫഉൽ ഇസ്മ ഇസ്മിനിക്ക് റഫ് ചെയ്യും. വതൻസിബുൽ ഖബറ ഖബറിനക്ക് നസ്ബുൻ ചെയ്യും. കാനല്ലാഹു ഗഫൂറൻ. അടുത്തൊരു ചോദ്യം, മഅറൂഫ് പറഞ്ഞ എന്താണ്? ഫിഅലുൻ യുദ്കറു മഅഹുൽ ഫാഇൽ. ഫിഅലാണ് മഅറൂഫ് പറഞ്ഞാൽ ഫിഅലാണ്. യുദ്കറു മഅഹു അതോടൊപ്പം പറയപ്പെടുന്നു അൽ ഫാഇൽ. ഫാഇൽ പറയപ്പെട്ട ഫീലുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? മഅറൂഫ് എന്ന് പറയാം. 2 ചോദ്യം കൂടി. ജംഉൽ മുദക്കർ സാലിം എന്ന് പറഞ്ഞ എന്താണ്? മാദല്ല. ഇത് നിർവചനങ്ങൾ ദയപാട് പഠിക്കാൻ കേട്ടോ. മാദല്ല അറിയിക്കുന്ന ഒന്നാണ്. അല അക്സരി മിനൽ ഇസ്നൈനി 2 എണ്ണത്തിനേക്കാൾ കൂടുതൽ അറിയിക്കുന്നത്. മഅ സലാമത്തി രക്ഷപ്പെടലോട് കൂടി. ബിനാഇ മുഫ്രദിഹി അതിന്റെ സിംഗുലർ ഏകവചനത്തിന്റെ നിർമ്മാണം അതിന്റെ രൂപം രക്ഷപ്പെടലോട് കൂടി. അപ്പൊ ഏകവചനത്തിന് ഒരു മാറ്റം വരുത്താതെ 2ൽ കൂടുതൽ എണ്ണത്തിന്റെ മേൽ അറിയിക്കുന്നതിനാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. മനസ്സിലായിക്കണോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മുസ്ലിം എന്നാണ് ഏകവചനം. ആ മുസ്ലിം എന്ന പദത്തിന് ഒരു മാറ്റം വരുത്താതെ അവസാനം ഒരു വാവും നൂനിട്ട് കൊടുത്തു. അപ്പൊ ജമ്മു മുദക്കർ സാലിമായി കേട്ടോ. അടുത്ത് അൽ ഫിഅലുൽ മുദാരി യുൻസബു മത്താ മുദാരിയ ഫീൽ എപ്പോഴാണ് നസ്ബ് ചെയ്യപ്പെടുക? എപ്പോഴാണ്? ഇദാ ദഖല അലൽ ഫീലിൽ മുദാരി മുദാരിയ ഫീലിന്റെ ആദ്യത്തിൽ പ്രവേശിച്ചാൽ മുദാരിയ ഫീലിന്റെ മേൽ പ്രവേശിച്ചാൽ നാസിബുൻ നസ്ബിന്റെ അക്ഷരം. നസ്ബിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? 4 എണ്ണം. അൻ ലൻ കൈ ഇതൻ. ഏതിനൊന്ന് പ്രവേശിച്ചാൽ യുൻസബോ നസ്ബ് ചെയ്യപ്പെടും. യുൻസബോ നസ്ബ് ചെയ്യപ്പെടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.